Hi, I'm your history faculty Shehna Shereen. So, ഇന്ന് നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിന്റെ ബാക്കിയാണ് കേട്ടോ എടുക്കുന്നത്. നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തത് ഹിസ്റ്ററി ഓഫ് ഏൻഷ്യന്റ് ആൻഡ് ഏർലി മിഡീവൽ ഇന്ത്യ പ്രീഹിസ്റ്ററി ടു 1206 CE എന്ന പേപ്പറിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള സോഴ്സസ് എന്ന ചാപ്റ്റർ നമ്മൾ ഡിസ്കസ് ചെയ്തു. ആ ചാപ്റ്ററിൽ കുറച്ചൊരു പാർട്ട് 1 നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി അതിന്റെ പാർട്ട് 2 ആണ് നമ്മൾ കോയിൻസ് വരെ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഈ ചാപ്റ്റർ നമ്മൾ ബാക്കി ഏതെല്ലാം സോഴ്സസുകളാണ് എന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. അടുത്ത സോഴ്സ് ആണ് ഇൻസ്ക്രിപ്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഏതൊക്കെ തരത്തിലുള്ള ഇൻസ്ക്രിപ്ഷൻസുകൾ ഉണ്ടാവും, എവിടെയായിരിക്കും ഈ ഇൻസ്ക്രിപ്ഷനുകൾ അവർ ആലേഖനം ചെയ്തിട്ടുണ്ടാവുക, ആ കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ നമ്മൾ ആദ്യം പ്രധാനപ്പെട്ട ചില ആൻഷ്യന്റ് ഇന്ത്യൻ ഇൻസ്ക്രിപ്ഷൻസ് ആണ് പറയുന്നത്. ഐഹോൾ ഇൻസ്ക്രിപ്ഷൻ, ഹതിഗുംബ ഇൻസ്ക്രിപ്ഷൻ, നാസിക് ഇൻസ്ക്രിപ്ഷൻ, അയോധ്യ ഇൻസ്ക്രിപ്ഷൻ, ലുംബിനി പില്ലർ ഇൻസ്ക്രിപ്ഷൻ, അലഹബാദ് പില്ലർ ഇൻസ്ക്രിപ്ഷൻ, ചാലുക്യ ഇൻസ്ക്രിപ്ഷൻസ്, ഗുപ്ത സ്ക്രിപ്റ്റ്സ്, തമിഴ് ഇൻസ്ക്രിപ്ഷൻസ്, മെഗാലിത്തിക് ഇൻസ്ക്രിപ്ഷൻസ്. ഇത് മാത്രമൊന്നല്ല കേട്ടോ, ഒട്ടനവധി ഇൻസ്ക്രിപ്ഷൻസുകൾ ഇന്ത്യയിൽ ഒട്ടാകെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ഈ ഇൻസ്ക്രിപ്ഷൻസിന്റെ അകത്ത് വരുന്ന നമുക്ക് നോക്കാം. ഇത് പ്രധാനമായിട്ടും റോയൽ ഇൻസ്ക്രിപ്ഷൻസുകളൊക്കെ വരുന്നുണ്ട്. ഈ റോയൽ ഇൻസ്ക്രിപ്ഷൻസുകൾ ആരായിരിക്കും പുറത്തു വിട്ടിട്ടുണ്ടാവാം, എന്തായിരിക്കും റോയൽ ഇൻസ്ക്രിപ്ഷൻസിൽ പറയുന്നുണ്ടാവാം, ആ കാലഘട്ടത്തിലെ ഏത് രാജാവാണോ അല്ലെങ്കിൽ ഏത് എംപയർ ആണോ ഈ ഇൻസ്ക്രിപ്ഷൻസ് റോയൽ ഇൻസ്ക്രിപ്ഷൻസ് പുറത്തുവിട്ടത്, അതിനകത്ത് ആ രാജാവ് എന്തെങ്കിലും ദാനം നൽകിയതോ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട എന്തെങ്കിലും റൂൾസ് ആൻഡ് റെഗുലേഷൻസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളായിരിക്കും അല്ലെ. അതുപോലെ തന്നെ റോയൽ ഇൻസ്ക്രിപ്ഷനിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു ഇൻസ്ക്രിപ്ഷൻസുകളാണ് അശോകയുടെ എഡിക്ട്സുകൾ എന്ന് പറയുന്നത്. ദ എഡിക്ട്സ് ഓഫ് അശോക എന്ന് പറയുന്നത് ഇത് ബ്രാഹ്മി ഇൻസ്ക്രിപ്ഷനുകളാണ്. അശോകയുടെ ഈ ഇൻസ്ക്രിപ്ഷനും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ നിരവധി അശോക ഇൻസ്ക്രിപ്ഷൻസുകൾ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. ഈ ഇൻസ്ക്രിപ്ഷൻസുകളെല്ലാം തന്നെ ആലേഖനം ചെയ്യപ്പെട്ടിട്ടുള്ളത് കാര്യങ്ങളിലൂടെ നമുക്ക് അശോകന്റെ ഭരണകാലത്ത്, അശോക് ദി ഗ്രേറ്റ് നമ്മൾ അറിയപ്പെടുന്ന അല്ലെ, അശോകന്റെ ഭരണകാലഘട്ടങ്ങളിൽ ഏതെല്ലാം തരത്തിലുള്ള മാറ്റങ്ങളാണ് ഉണ്ടായിരുന്നത്, എങ്ങനെയായിരുന്നു അവിടുത്തെ ജനജീവിതം ഉണ്ടായിരുന്നത്, ആ സൊസൈറ്റി എങ്ങനെയായിരുന്നു, കൾച്ചർ എന്തായിരുന്നു, റിലീജിയൻ എന്തായിരുന്നു, അവിടുത്തെ പൊളിറ്റിക്കൽ സ്ട്രക്ചർ എന്തായിരുന്നു, എക്കോണമി എങ്ങനെയായിരുന്നു, മാർക്കറ്റുകൾ എങ്ങനെയായിരുന്നു, ഏതൊക്കെ വൈദേശികര് ആ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ അശോകന്റെ സാമ്രാജ്യത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട്, ഏതെല്ലാം ആക്രമണങ്ങൾ ആ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്, ജീവിതങ്ങളെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് പറയാനുള്ളത് എന്തൊക്കെയായിരിക്കാം ഈ ഇൻസ്ക്രിപ്ഷൻസുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവുക. നമ്മൾ നേരത്തെ പറഞ്ഞു അത് ലാൻഡ് ഗ്രാൻസുകള്, അതിനെ കുറിച്ചിട്ടായിരിക്കാം, റോയൽ ഓർഡേഴ്സുകളായിരിക്കാം, അല്ലെങ്കിൽ റിലീജിയനുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം, ഡൊണേറ്റീവ് റെക്കോർഡുകളായിരിക്കാം. അതായത് ഇപ്പോ ഏതെങ്കിലും രാജാക്കന്മാര് ഏതെങ്കിലും മൊണാസ്ട്രിക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ബ്രാഹ്മണർക്ക് അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും എന്തെല്ലാം കാര്യങ്ങൾ ദാനമായിട്ട് നൽകിയിട്ടുണ്ട്, അതിനെ കുറിച്ചിട്ടാകാം. ലാൻഡ് സിസ്റ്റം, അവിടുത്തെ ലാൻഡ് സിസ്റ്റം എങ്ങനെയാണെന്ന് കുറിച്ച് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവിടുത്തെ അഡ്മിനിസ്ട്രേഷനെ കുറിച്ചിട്ട് നമുക്ക് ഈ ഇൻസ്ക്രിപ്ഷൻസിലൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നെ അടുത്തത്, ഈ ഇൻസ്ക്രിപ്ഷൻസുകള് ഏതിലാണ് കുറിക്കപ്പെട്ടിട്ടുണ്ടാവുക അല്ലെങ്കിൽ ആലേഖനം ചെയ്തിട്ടുണ്ടാവുക, ഏതെല്ലാം മെറ്റീരിയൽസ് ആയിരിക്കും അതിനു വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ടാവുക. പ്രധാനമായിട്ട് നമുക്ക് ഇൻസ്ക്രിപ്ഷൻസുകൾ കാണാൻ സാധിക്കുന്നത് പില്ലറുകളില്, അതുപോലെ തന്നെ ടാബ്ലറ്റ്സ്, ദെൻ ടെമ്പിൾസ്, അതല്ലെങ്കിൽ ഏതെങ്കിലും ഇമേജുകളില്, അതല്ലെങ്കിൽ റോക്കുകളില്, പാറകളില്, അല്ലെങ്കിൽ ഏതെങ്കിലും സ്റ്റോണുകളില്, റിങ്ങുകളില്, അതല്ലെങ്കിൽ പോട്രീസിലൊക്കെ നമുക്ക് ഈ ഇൻസ്ക്രിപ്ഷൻസ് കാണാനായിട്ട് സാധിക്കും. പലതരത്തിലുള്ള ലാംഗ്വേജുകളിലാണ് അല്ലെങ്കിൽ ലിപികളിലാണ് ഈ ഇൻസ്ക്രിപ്ഷൻസുകളൊക്കെ വരുന്നത്. നമ്മൾ നേരത്തെ അശോകനെ കുറിച്ച് പറഞ്ഞു അശോകാസ് എഡിക്ട്സുകളെല്ലാം തന്നെ, ഒരുവിധം എഡിക്ട്സുകളെല്ലാം തന്നെ ബ്രാഹ്മി ഇൻസ്ക്രിപ്ഷൻസിലാണ് വരുന്നത്. അതുപോലെ തന്നെ പാലി ലിപിയിൽ വരുന്നുണ്ട്, പ്രാകൃത ലിപിയിൽ വരുന്നുണ്ട്, സംസ്കൃത ഭാഷയിൽ വരുന്നുണ്ട്. പ്രധാനമായിട്ടും സംസ്കൃതം, പാലി, പ്രാകൃത്, ബ്രാഹ്മി, തമിഴ് തുടങ്ങിയിട്ടുള്ള
ലിപികളിലാണ് ഈ ഇൻസ്ക്രിപ്ഷൻസ് ആലേഖനം ചെയ്യപ്പെട്ടിട്ടുള്ളത്. ആ കാലഘട്ടത്തിലെ ജനങ്ങൾക്ക് മനസ്സിലാവുന്ന അവരുടെ ഭാഷയിലാണ് അല്ലെങ്കിൽ അവർ ഉപയോഗിച്ചിരുന്ന ലിപികളിലാണ് ഇൻസ്ക്രിപ്ഷൻസ് എല്ലാം തന്നെ ആലേഖനം ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അടുത്ത നമ്മൾ പറഞ്ഞതാണ് ഹാരപ്പൻ ഇൻസ്ക്രിപ്ഷനെ കുറിച്ചിട്ട്. നമ്മളെ ഇൻസ്ക്രിപ്ഷനെ കുറിച്ച് പറയുമ്പോൾ ഇന്ത്യയിലെ അതിപുരാതനമായിട്ടുള്ള ഇൻസ്ക്രിപ്ഷൻ നമുക്ക് ലഭിച്ചിട്ടുള്ളത് ഹാരപ്പൻ സൈറ്റുകളിൽ നിന്നാണ്. ഹാരപ്പൻ സിവിലൈസേഷൻ, അതർവൈസ് നോൺ ആസ് ഇൻഡസ് വാലി സിവിലൈസേഷൻ. എവിടെയാണ് ഇൻഡസ് വാലി സിവിലൈസേഷൻ നിലവിലുണ്ടായിരുന്നത്? സിന്ധു നദിയുടെ നദീതീരങ്ങളിലാണ് ഇൻഡസ് വാലി സിവിലൈസേഷൻസിന്റെ ഒറിജിൻ ആൻഡ് എക്സിസ്റ്റൻസ് എന്ന് പറയുന്നത്. ആദ്യമായിട്ട് ഇൻഡസ് സിവിലൈസേഷനിൽ എക്സ്കവേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ കണ്ടെടുക്കപ്പെട്ടിട്ടുള്ള സ്ഥലമാണ് ഹാരപ്പ. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ ഹാരപ്പൻ സിവിലൈസേഷൻ എന്ന് പറയുന്നത്. ഒരുപാട് സിറ്റി സ്റ്റേറ്റുകൾ അല്ലെങ്കിൽ പ്രധാനപ്പെട്ടുള്ള സിറ്റികള്, ടൗൺസുകള് ഹാരപ്പൻ സിവിലൈസേഷൻസിന്റെ ഉള്ളിലുണ്ടായിരുന്നു. അതിൽ പ്രധാനപ്പെട്ടവയാണ് ആദ്യമായി എക്സ്കവേറ്റ് ചെയ്തിട്ടുള്ള ഹാരപ്പൻ ഹാരപ്പൻ, അതുപോലെ തന്നെ മോഹൻജദാരോ, ലോഥൽ, കാളിബംഗൻ തുടങ്ങിയിട്ടുള്ള ഒരുപാട് സിറ്റികള് ഹാരപ്പൻ സിവിലൈസേഷൻസിന്റെ അകത്ത് ഉണ്ടായിരുന്നു. അപ്പോ നമുക്കറിയാം ഹാരപ്പൻ സിവിലൈസേഷൻ ഒരു ബ്രോൺസ് ഏജ് സിവിലൈസേഷൻ ആണ്. പ്രധാനമായിട്ടും 4 ബ്രോൺസ് സിവിലൈസേഷൻസ് ഉണ്ടായിരുന്നു. ഹാരപ്പൻ സിവിലൈസേഷൻ, ചൈനീസ് സിവിലൈസേഷൻ, അതുപോലെ തന്നെ ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ, ദെൻ മെസപ്പൊട്ടേമിയൻ സിവിലൈസേഷൻസ്. ഇങ്ങനെ 4 തരത്തിലുള്ള പ്രധാനപ്പെട്ട സിവിലൈസേഷൻസുകളായിരുന്നു ബ്രോൺസ് ഏജ് സിവിലൈസേഷൻസ് ആയിട്ട് അറിയപ്പെടുന്നത്. നമ്മളെ ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ ആവട്ടെ, മെസപ്പൊട്ടേമിയൻ സിവിലൈസേഷൻ ആവട്ടെ, ചൈനീസ് അല്ലെങ്കിൽ ഷാങ് സിവിലൈസേഷൻ ആവട്ടെ, ഇവർക്ക് ഇവരുടേതായിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് ഉണ്ടായിരുന്നു, ഒരു സിസ്റ്റം ഓഫ് റൈറ്റിംഗ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് ഹാരപ്പൻ സിവിലൈസേഷനിലും അവരുടേതായിട്ടുള്ള ഒരു സിസ്റ്റം ഓഫ് റൈറ്റിംഗ് അല്ലെങ്കിൽ അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് ഉണ്ടായിരുന്നു. മെസപ്പൊട്ടേമിയൻ സ്ക്രിപ്റ്റ് ക്യൂണിഫോം എന്നറിയപ്പെട്ടപ്പോൾ, ഈജിപ്ഷ്യൻ സ്ക്രിപ്റ്റിനെ ഹൈറോഗ്ലിഫിക്സ് എന്ന് വിളിച്ചപ്പോൾ, ചൈനീസ് സിവിലൈസേഷനെ നമ്മൾ ചൈനീസ് സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞപ്പോൾ, ഇൻഡസ് വാലി സിവിലൈസേഷന്റെ സ്ക്രിപ്റ്റിനെ കുറിച്ച് അതിനൊരു പേര് നമ്മൾക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല. കാരണം ഇൻഡസ് വാലി സിവിലൈസേഷന്റെ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇൻഡസ് സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഹാരപ്പൻ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് ഇതുവരെ മുഴുവനായിട്ടും വായിച്ചെടുക്കുവാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. മറ്റ് സ്ക്രിപ്റ്റുകളൊക്കെ നമുക്ക് വായിച്ചെടുക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്, അത് അനലൈസ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്, ഇന്റർപ്രറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷെ ഹാരപ്പൻ സ്ക്രിപ്റ്റ് ഇതുവരെ ആർക്കും മുഴുവനായിട്ട് വായിച്ചെടുക്കുവാനായിട്ട് സാധിച്ചിട്ടില്ല. ഹാരപ്പൻ സ്ക്രിപ്റ്റിന്റെ പ്രത്യേകത, ഇതൊരു പിക്ടോഗ്രാഫിക് സ്ക്രിപ്റ്റുകളാണ്. നിരവധി പിക്ചറുകൾ, ചിഹ്നങ്ങൾ, ചിത്രങ്ങൾ അടങ്ങുന്നതാണ് ഹാരപ്പൻ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. ഈ ഹാരപ്പൻ സ്ക്രിപ്റ്റ് വലത്തു നിന്നും ഇടത്തോട്ടാണ് എഴുതിയിട്ടുണ്ടായിരുന്നത്. ഈ ഹാരപ്പൻ ജനത പ്രധാനമായിട്ടും സീലുകൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ഈ സീലുകളൊക്കെ തന്നെ ആ കാലഘട്ടത്തിലെ ഏതെങ്കിലും ഒരു ദൈവത്തിന്റെയോ അല്ലെങ്കിൽ മറ്റെന്തിന്റെങ്കിലും ഒക്കെ ചിഹ്നങ്ങളായിരുന്നു അല്ലെങ്കിൽ ചിത്രങ്ങളായിരുന്നു ഈ സീലുകളിലും ഈ സ്ക്രിപ്റ്റിന്റെ അകത്ത് ഈ ഇൻസ്ക്രിപ്ഷനുകളിലും വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോ ഹാരപ്പൻ സ്ക്രിപ്റ്റ് ഇതുവരെ മുഴുവനായിട്ട് നമുക്ക് വായിച്ചെടുക്കുവാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്ന ഹാരപ്പൻ ജനജീവിതം എങ്ങനെയായിരുന്നു, അവിടുത്തെ പൊളിറ്റിക്കൽ സ്ട്രക്ചർ എന്താണെന്നോ, അവിടുത്തെ സൊസൈറ്റി എങ്ങനെയാണെന്നോ, അവിടുത്തെ എക്കോണമി എങ്ങനെയാണെന്നോ, അവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ എങ്ങനെയാണെന്നോ, അവിടുത്തെ റിലീജിയസ് ലൈഫ് എങ്ങനെയാണെന്നോ എന്നതിനെ കുറിച്ചിട്ട് കൃത്യമായിട്ടുള്ള ധാരണകൾ, വിവരങ്ങൾ നമുക്ക് ലഭിച്ചിട്ടില്ല. നമുക്ക് അവിടെ നിന്ന് ലഭിച്ചിട്ടുള്ള ആർട്ടിഫാക്ട്സുകളെ കുറിച്ച് വെച്ചിട്ടാണ് നമ്മൾ ഇതുവരെ ഈ ഹരപ്പൻ സിവിലൈസേഷന്റെ ചരിത്രം പുനർനിർമ്മിച്ചിട്ടുള്ളത്. അപ്പോ ഇപ്പോഴും ചരിത്രകാരന്മാർ ഹരപ്പൻ സ്ക്രിപ്റ്റ് വായിച്ചെടുക്കുവാനായിട്ട് ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അടുത്ത സോഴ്സ് എന്ന് പറയുന്നത് മോണ്യുമെന്റ്സുകളാണ്. നമുക്കറിയാം ഇന്ത്യയിൽ ധാരാളം മോണ്യുമെന്റ്സുകൾ ഉണ്ട് അല്ലെ. ടെമ്പിൾസ് ആയിട്ടും അല്ലെങ്കിൽ ടോംബുകളായിട്ടും അതല്ലെങ്കിൽ എന്തെങ്കിലും ബിൽഡിങ്സിന്റെ റൂയിൻസുകൾ, അവശിഷ്ടങ്ങളായിട്ടും പാലസസുകളായിട്ടും അങ്ങനെ പലതരത്തിലുള്ള മോണ്യുമെന്റ്സുകൾ ഇന്ത്യയിലുണ്ട്. നമ്മൾ അതിലെ ടെമ്പിൾസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ടെമ്പിൾസുകൾ നമ്മുടെ നാട്ടിലുണ്ട് അല്ലെ. ഇന്ത്യയിൽ പല ഭാഗങ്ങളിലായിട്ട് പല
രീതിയിലുള്ള പല ടൈപ്പ് ഓഫ് ആർക്കിടെക്ചർ ഡിസൈൻസ് ഉള്ള ടെമ്പിൾസുകൾ ഇന്ത്യയിൽ നിലവിലുണ്ട്. ഇത് നമ്മൾ പറഞ്ഞ പോലെ ഇപ്പോൾ നമ്മൾ ഹാരപ്പൻ സിവിലൈസേഷനെ പറഞ്ഞു. ഇന്ത്യയിലെ ആദ്യത്തെ സിവിലൈസേഷൻ ആണ് ഹാരപ്പൻ സിവിലൈസേഷൻ. ഈ ഹാരപ്പൻ സിവിലൈസേഷനും അവരുടേതായിട്ടുള്ള ടെമ്പിൾസുകൾ ഉണ്ടായിരുന്നു. കാരണം ഹരപ്പയിലെ ഓരോ സ്റ്റേറ്റിലും അവർക്ക് അവരുടേതായിട്ടുള്ള ഡൈറ്റീസുകൾ ഉണ്ടായിരുന്നു, ദൈവങ്ങൾ ഉണ്ടായിരുന്നു, അവർക്ക് വേണ്ടിയിട്ടുള്ള ടെമ്പിൾസുകൾ ഉണ്ടായിരുന്നു. പിന്നീട് അങ്ങോട്ട് ആര്യന്മാരുടെ കടന്നുവരവോട് കൂടിയിട്ട് ഹിന്ദു മതം പ്രചാരത്തിൽ വരുന്നു. ഹരപ്പൻ കാലഘട്ടം മുതൽ നമുക്ക് ഈ ടെമ്പിൾസുകൾ വലിയ തോതിൽ കാണാൻ സാധിക്കും. നോർത്ത് ഇന്ത്യയിലും ദക്ഷിണേന്ത്യയിലും വെവ്വേറെ മാതൃകയിലുള്ള ടെമ്പിൾസുകളാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഈ ടെമ്പിൾസിലൊക്കെ പല രീതിയിലുള്ള കൊത്തുപണികളുണ്ട്. ഇപ്പോ നമുക്ക് നമ്മുടെ കേരളത്തിൽ ഉള്ളതിനേക്കാൾ കൂടുതലായിട്ട് നമ്മൾ തമിഴ്നാട് പോകുമ്പോൾ തമിഴ് അല്ലെങ്കിൽ പോണ്ടിച്ചേരി തമിഴ് കൾച്ചറിന്റെ ഭാഗത്ത്, അതല്ലെങ്കിൽ സൗത്ത് ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിലെ ടെമ്പിൾസുകൾ നമ്മൾ നോക്കുന്ന സമയത്ത് ഈ ടെമ്പിൾസുകളിലൊക്കെ പല തരത്തിലുള്ള ശില്പങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇത് വെറും ശില്പങ്ങളല്ല, ഏതെങ്കിലും ഒരു ചരിത്ര സംഭവത്തെ മുൻനിർത്തി അവര് നിർമ്മിച്ചിട്ടുള്ള ശില്പങ്ങളാണ് നമുക്ക് ഈ ടെമ്പിൾസിൽ കാണാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെയാണ് പാലസസുകള്. പല ഡൈനാസ്റ്റികൾ നമ്മുടെ ഇന്ത്യയിൽ കടന്നുപോയിട്ടുണ്ട്. ഈ ഡൈനാസ്റ്റികൾക്കെല്ലാം തന്നെ പാലസുകൾ ഉണ്ട്. ചില പാലസുകൾ നശിപ്പിക്കപ്പെട്ടു പോയിട്ടുണ്ട്, അല്ലെങ്കിൽ നാശമായി പോയിട്ടുണ്ട്. എന്നാൽ ചില പാലസുകൾ ഇപ്പോഴും തുടർന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ പാലസുകളൊക്കെ മറ്റൊരു ഇൻഫർമേഷൻ തരുന്ന ഒരു സോഴ്സ് ആണ്. അതുപോലെ തന്നെ ടോംസുകള് പല രാജാക്കന്മാരുടെയും അല്ലെങ്കിൽ ആ കാലഘട്ടത്തിലെ വളരെ പ്രശസ്തനായിട്ടുള്ള ഏതെങ്കിലും ഒരാളുടെ ടോംസുകളൊക്കെ നമുക്ക് ഇന്നും നമുക്ക് അവൈലബിൾ ആണ്. ഈ ടോംസുകളിലൊക്കെ ചില കാര്യങ്ങളൊക്കെ ചിലപ്പം ആലേഖനം ചെയ്യപ്പെട്ടിട്ടുണ്ടാകും. അതുപോലെ തന്നെയാണ് റൂയിൻസുകള്, അവശിഷ്ടങ്ങള്. ഫോർ എക്സാമ്പിൾ, നമ്മള് മോഹൻജദാരോ അല്ലെങ്കിൽ ഹാരപ്പൻ സിവിലൈസേഷൻ എക്സ്കവേറ്റ് ചെയ്യുന്ന സമയത്ത്, അതിങ്ങനെ സിസ്റ്റമാറ്റിക് ആയിട്ട് എക്സ്കവേറ്റ് ചെയ്തു വരുന്ന സമയത്ത് നമുക്ക് അവിടെ ഒരു പാറ്റേൺ കാണാൻ സാധിക്കും. അങ്ങനെയാണ് നമുക്ക് മോഹൻജദാരോയിൽ അല്ലെങ്കിൽ ഹാരപ്പൻ സിവിലൈസേഷനിൽ വ്യക്തമായിട്ടുള്ള ഒരു ടൗൺ പ്ലാനിങ് നിലനിന്നിരുന്നു നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. നമുക്ക് എങ്ങനെയാണ് മനസ്സിലാവുന്നത്? നമ്മൾ എക്സ്കവേറ്റ് ചെയ്തു വരുന്ന സമയത്ത് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പാറ്റേണുകളിലായിരിക്കും നമുക്ക് ഈ ബിൽഡിങ്ങിന്റെ അവശിഷ്ടങ്ങൾ ലഭിക്കുന്നത്. അതിൽ നിന്നാണ് അവിടെ വ്യക്തമായിട്ടുള്ള അല്ലെങ്കിൽ അവിടെ വളരെ ടെക്നിക്കൽ ആയിട്ടുള്ള ഒരു ടൗൺ പ്ലാനിങ് നിലനിന്നിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ ടെമ്പിൾസ് ആകട്ടെ, പാലസുകളാവട്ടെ, ടോംസുകളാവട്ടെ, ബിൽഡിംഗ് റൂയിൻസുകൾ, അവശിഷ്ടങ്ങളാവട്ടെ, ഇതിലെല്ലാം തന്നെ അല്ലെങ്കിൽ ഇവിടങ്ങളിലെല്ലാം തന്നെ ഏതെങ്കിലും ഇൻസ്ക്രിപ്ഷൻസുകൾ ആലേഖനം ചെയ്യപ്പെട്ടിട്ടുണ്ടാകും. അല്ലെങ്കിൽ ടെമ്പിൾസുകൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഏതെങ്കിലും ചരിത്ര സംഭവത്തെ ആസ്പദമാക്കിയിട്ട് അവിടെ ശില്പങ്ങൾ നിർമ്മിച്ചിട്ടുണ്ടാകും. ഇതിലൂടെ എല്ലാം തന്നെ നമുക്ക് ആ ഒരു കാലഘട്ടത്തെ കുറിച്ചിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അടുത്ത സോഴ്സസ് ആണ് അക്കൗണ്ട്സ് ഓഫ് ഫോറിനേഴ്സ്. നമുക്കറിയാം, ഇന്ത്യയിൽ പുരാതന കാലം മുതൽ തന്നെ നിരവധി വൈദേശികൾ അല്ലെങ്കിൽ വിദേശികൾ കടന്നു വന്നിട്ടുണ്ടായിരുന്നു. ആദ്യകാലത്തെ അല്ലെങ്കിൽ ഏൻഷ്യന്റ് ഇന്ത്യയിലെ വിദേശികൾ എന്ന് പറയുമ്പോൾ അവർ കച്ചവടം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് വന്നിരുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യത്തെ പഠിക്കുന്നതിന് വേണ്ടി വന്നവരാണെങ്കിൽ, എന്നാൽ ലേറ്റർ മിഡീവൽ ഇന്ത്യയിലേക്ക് കടന്നു വന്ന വിദേശികളുടെ ഉദ്ദേശ ലക്ഷ്യം എന്ന് പറയുന്നത് ഇന്ത്യയെ അവരുടെ കോളനിയാക്കി മാറ്റുക എന്നുള്ളതായിരുന്നു. നമുക്കറിയാം, പോർച്ചുഗീസുകാരും ബ്രിട്ടീഷുകാരും ഡച്ചുകാരും സ്പെയിൻകാരും ഫ്രഞ്ചുകാരും എല്ലാം ഇന്ത്യയിലേക്ക് വന്നത് ഇന്ത്യയെ അവരുടെ മാർക്കറ്റാക്കി മാറ്റുക, അവരുടെ റോ മെറ്റീരിയൽസിനുള്ള, അവരുടെ പണത്തിനുള്ള ഒരു സോഴ്സ് ആക്കി മാറ്റാൻ വേണ്ടിയിട്ട്, അവരുടെ ഒരു കോളനി ആക്കി മാറ്റുക എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് ലേറ്റർ മിഡീവൽ പീരീഡിലെ വിദേശികൾ ഇന്ത്യയിലേക്ക് കടന്നു വന്നിട്ടുണ്ടായിരുന്നത്. നമ്മളിവിടെ ഏൻഷ്യൻ കാലഘട്ടത്തിൽ എടുക്കുമ്പോൾ ഏൻഷ്യൻ ഇന്ത്യയെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഫോറിനേഴ്സിന്റെ, ആ കാലഘട്ടത്തിലെ ട്രാവലേഴ്സിന്റെയും ഫോറിനേഴ്സിന്റെയും ഒക്കെ കൃതികളിൽ നിന്ന് നമുക്ക് ഇന്ത്യയെ കുറിച്ചിട്ടുള്ള പല വിവരങ്ങളും ലഭിക്കുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ചില വിദേശികളുടെ കൃതികളെ കുറിച്ചിട്ട്, അല്ലെങ്കിൽ വിദേശികളെയാണ് നമ്മൾ ഇവിടെ പരാമർശിക്കുന്നത്. ഒന്നാമത്തെ ആളാണ് മെഗസ്തനീസ്. മെഗസ്തനീസിൽ നമ്മൾ കേട്ടിട്ടുണ്ടാകും. മെഗസ്തനീസിന്റെ പ്രധാനപ്പെട്ട ഒരു വർക്കാണ് ഇൻഡിക എന്ന് പറയുന്നത്. മെഗസ്തനീസ് ഒരു യൂറോപ്യൻ ട്രാവലർ ആയിരുന്നു. അദ്ദേഹം
ഇന്ത്യ മാത്രമല്ല ലോകത്തിന്റെ പല ഭാഗങ്ങളിലും സഞ്ചരിച്ചിട്ടുണ്ട്. മെഗസ്തനീസിന്റെ ഇന്ത്യക എന്ന് പറയുന്ന വർക്കിലൂടെ അദ്ദേഹം ഇന്ത്യയിലേക്ക് വന്ന കാലഘട്ടത്തിലെ ജനജീവിതത്തെ കുറിച്ചിട്ട്, അവിടുത്തെ പൊളിറ്റിക്കൽ സ്ട്രക്ചറിനെ കുറിച്ചിട്ട്, എക്കോണമിയെ കുറിച്ചിട്ടൊക്കെ, അല്ലെങ്കിൽ ആ കാലഘട്ടത്തിലെ രാജാക്കന്മാരെ കുറിച്ചിട്ട്, ഭരണാധികാരികളെ കുറിച്ചിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. രണ്ടാമത്തേതാണ് പെരിപ്ലസ് ഓഫ് ദി എറിത്രിയൻ സീ എന്ന് പറയുന്ന ഒരു വർക്ക്. ഈ വർക്ക് ഒരു അൺനോൺ പേഴ്സൺ, ഒരു അജ്ഞാതനാണ് എഴുതിയിട്ടുള്ളത്. കാരണം ഈ വർക്കിൽ അദ്ദേഹത്തിന്റെ പേര് പരാമർശിച്ചിട്ടില്ല. ഇന്ത്യയിലെ പല പുരാതന തുറമുഖങ്ങളെ കുറിച്ചിട്ട്, പ്രത്യേകിച്ച് മുസിരിസ് പോലെയുള്ള അതിപുരാതന തുറമുഖങ്ങളെ കുറിച്ചിട്ട് പെരിപ്ലസ് ഓഫ് എറിത്രിയൻ സീ എന്ന് പറയുന്ന വർക്കിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. മറ്റൊരാളാണ് നിയാർക്കസ് എന്ന് പറയുന്നത്. ഇദ്ദേഹം ഒരു ഗ്രീസ് ട്രാവലർ ആയിരുന്നു. ഇദ്ദേഹത്തിന്റെ വർക്കിൽ നിന്നും നമുക്ക് വളരെ വലിയ വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. നാലാമത്തെ ആളാണ് ടോളമി. ടോളമിയുടെ ജോഗ്രഫി എന്ന് പറയുന്ന കൃതിയിലൂടെ ഇന്ത്യയെ കുറിച്ചിട്ടുള്ള, ആൻഷ്യൻ ഇന്ത്യയെ കുറിച്ചിട്ടുള്ള വളരെ വലിയ വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. മറ്റൊരു വ്യക്തിയാണ് പ്ലിനി. പ്ലിനിയുടെ നാച്ചുറലിസ്റ്റ് ഹിസ്റ്റോറിക എന്ന് പറയുന്ന വർക്ക് നമ്മളൊക്കെ കേട്ടിട്ടുണ്ടാകും. ഇദ്ദേഹത്തിന്റെ നാച്ചുറലിസ്റ്റ് ഹിസ്റ്റോറി അല്ലെങ്കിൽ നാച്ചർ എന്ന് പറയുന്ന കൃതിയിലൂടെ ഏൻഷ്യൻ ഇന്ത്യയെ കുറിച്ചിട്ടുള്ള വളരെ വലിയ വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇനി ആ കാലഘട്ടത്തിൽ യൂറോപ്യൻ ട്രാവലേഴ്സ് അല്ലാതെ ചൈനീസ് ട്രാവലേഴ്സും ഇന്ത്യയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അതിൽ പ്രധാനപ്പെട്ട വ്യക്തിയായിരുന്നു ഹുയാൻ സാങ്ങും ഫാഹിയാനും ഒക്കെ. ഹുയാൻ സാങ്ങും ഫാഹിയാനും ഇന്ത്യയിലേക്ക് വന്നിരുന്നത് വ്യാപാരം മുന്നിൽ കണ്ടുകൊണ്ടല്ല. ആ കാലഘട്ടത്തിലെ അല്ലെങ്കിൽ പുരാതന ഇന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റി ആയിരുന്നു നളന്ദയും തക്ഷശിലയും വിക്രമശിലയും. ഈ നളന്ദ, തക്ഷശില, വിക്രമശില എന്നീ യൂണിവേഴ്സിറ്റികൾ ഇന്നില്ല. ഏൻഷ്യന്റ് ഹിസ്റ്ററി ഓഫ് വേൾഡിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട 2 യൂണിവേഴ്സിറ്റികളായിരുന്നു നളന്ദയും തക്ഷശിലയും. ഹുയാൻ സാങ് നളന്ദ സർവകലാശാലയിലെ ഒരു വിദ്യാർത്ഥി കൂടിയായിരുന്നു. അപ്പോ ചൈനീസ് ട്രാവലേഴ്സ് ആയിട്ടുള്ള ഫാഹിയാൻ, ഹുയാൻ സാങ്, അതുപോലെ തന്നെ ഹൂലി എന്ന് പറയുന്ന 3 പ്രധാനപ്പെട്ട ട്രാവലേഴ്സ് അവരുടെ കൃതികളിലൂടെ അല്ലെങ്കിൽ അവരുടെ യാത്രാ വിവരണങ്ങളിലൂടെ നമുക്ക് അവർ വന്നിരുന്ന ആ കാലഘട്ടത്തിന്റെ ചരിത്രത്തെ കുറിച്ചിട്ട് വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഫാഹിയാൻ ഇന്ത്യയിലേക്ക് വന്നത് ചന്ദ്രഗുപ്ത വിക്രമാദിത്യയുടെ കാലഘട്ടത്തിലാണ്. അതുപോലെ തന്നെ ഹുയാൻ സാങ് ഹർഷവർദ്ധനന്റെ, ഇന്ത്യയുടെ പ്രധാനപ്പെട്ട രാജാവായിരുന്നു ഹർഷവർദ്ധന. ഹർഷന്റെ കാലഘട്ടത്തിലാണ് ഹുയാൻ സാങ് ഇന്ത്യയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ നമ്മളിവിടെ യൂറോപ്യൻസിനെ കുറിച്ച് പറഞ്ഞു, ചൈനീസ് ട്രാവലേഴ്സിനെ കുറിച്ച് പറഞ്ഞു. അതുപോലെ തന്നെ മറ്റൊരു വിഭാഗമാണ് അറബ് റൈറ്റേഴ്സ്. നമുക്കറിയാം ഏൻഷ്യൻ ഇന്ത്യയുടെ ചരിത്രത്തിൽ ധാരാളം അറബ് വംശജര് ഇന്ത്യയിലേക്ക് വന്നിട്ടുണ്ട്. ഇന്ത്യയുടെ പല ഭാഗങ്ങളുമായിട്ടും അവർക്ക് കച്ചവട ബന്ധങ്ങളും ഉണ്ടായിരുന്നു. അപ്പോ ഈ വന്നിരുന്ന ചില ആളുകള്, ചില അറബ് വംശജര്, ചില അറബികള് അവരുടെ കൃതികൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് പ്രധാനപ്പെട്ടവരാണ് അൽ ബിറൂനി, അൽ ബിലാദുരി, അൽ ഇബ്നു ബത്തൂത്ത തുടങ്ങിയിട്ടുള്ളവരൊക്കെ. ഇവർ മാത്രമല്ല, ഇവരെ കൂടാതെ ഹസൻ നിസാമി, അൽ മസൂദി, ഇബൻ അൽ അദിർ തുടങ്ങിയിട്ടുള്ള പല അറബ്സുകളും ഇന്ത്യയെ കുറിച്ചിട്ടുള്ള വിവരണങ്ങൾ അവരുടെ കൃതികളിലൂടെ നമുക്ക് നൽകുന്നുണ്ട്. അൽ ബിറൂനി സംസ്കൃത ഭാഷയിൽ വളരെ പ്രഗത്ഭനായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട വർക്കാണ് തഹ്ഖീഖ്-ഇ-ഹിന്ദ് എന്ന് പറയുന്ന വർക്ക്. ഇതിലൂടെ നമുക്ക് ഇന്ത്യയെ കുറിച്ചിട്ടുള്ള, അൽ ബിറൂനി ഇന്ത്യയിൽ ഉണ്ടായിരുന്ന കാലഘട്ടത്തിലെ ഇന്ത്യയെ കുറിച്ചിട്ടുള്ള സുപ്രധാനമായിട്ടുള്ള വിവരങ്ങൾ നമുക്ക് ഈ കൃതികളിലൂടെ ലഭിക്കുന്നുണ്ട്. അൽ ബിലാദുരി ആവട്ടെ, ഇബ്നു ബത്തൂത്തയാകട്ടെ, അദ്ദേഹത്തിന്റെ അൽ റിഹ്ലയിലൂടെ അല്ലെങ്കിൽ അൽ ബിലാദുരിയുടെ കൃതികളിലൂടെ, നമ്മൾ നേരത്തെ പറഞ്ഞ ഹസൻ നിസാം ആയിക്കോട്ടെ, അൽ മസൂദി ആയിക്കോട്ടെ, ഇബ്നുൽ ആതിർ ആയിക്കോട്ടെ തുടങ്ങിയിട്ടുള്ള അറബ്
റൈറ്റേഴ്സിന്റെ പല കൃതികളിലൂടെയും നമുക്ക് ആൻഷ്യൻ ഇന്ത്യയുടെ ചരിത്രത്തെ കുറിച്ചിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോ നമ്മൾ സോഴ്സസിനെ കുറിച്ച് പറഞ്ഞു. ആൻഷ്യൻ ആൻഡ് ഏർലി മിഡീവൽ ഇന്ത്യയുടെ സോഴ്സുകൾ ഏതൊക്കെയായിരുന്നു? ആർക്കിയോളജിക്കൽ സോഴ്സസ് പറഞ്ഞു അല്ലെ. അത് കൂടാതെ തന്നെ നമ്മൾ ഏതെല്ലാം പറഞ്ഞു? ലിറ്ററേച്ചർ സോഴ്സസുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞു, ഫോറിൻ അക്കൗണ്ട്സുകൾ പറഞ്ഞു, അതിൽ തന്നെ യൂറോപ്യൻസ്, അറബ്സ്, ചൈനീസ്, ഈ മൂന്ന് കൈൻഡ് ഓഫ് ട്രാവലേഴ്സിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. കൂടാതെ പിന്നെ നമ്മൾ പറഞ്ഞത് അവിടുത്തെ കോയിൻസ് എങ്ങനെയാണ് സോഴ്സ് ആവുന്നത്, ഇൻസ്ക്രിപ്ഷൻസ് എങ്ങനെ സോഴ്സ് ആകുന്നു, ഹരപ്പൻ ഇൻസ്ക്രിപ്ഷൻ എന്താണ്, തുടങ്ങിയിട്ടുള്ള മൊണ്യൂമെന്റ്സുകള്. അപ്പോ സോഴ്സസുകൾ നമ്മളെ ചരിത്രത്തെ മനസ്സിലാക്കാൻ എങ്ങനെ സഹായിക്കുന്നു, ഈ കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ പറഞ്ഞത് അല്ലെ. ആർക്കിയോളജിക്കൽ സോഴ്സസ്, ലിറ്റററി സോഴ്സസ്, കോയിൻസ്, മൊണ്യൂമെന്റ്സ്, ഇൻസ്ക്രിപ്ഷൻസ് തുടങ്ങിയിട്ടുള്ള പല സോഴ്സുകളെ നമ്മൾ ഇവിടെ പരിചയപ്പെട്ടു. അപ്പോൾ പ്രീ ഹിസ്റ്ററിയെ കുറിച്ചിട്ടുള്ള സോഴ്സസുകൾ അല്ലെങ്കിൽ ആ സോഴ്സസുകൾ ഏതൊക്കെയായിരുന്നു? ആ സോഴ്സസുകൾ പ്രധാനമായിട്ടും ഫോസിൽസുകള്, റിമൈൻസുകള്, ആർട്ടിഫാക്ട്സുകളൊക്കെ ആയിരുന്നു. ഈ ആർട്ടിഫാക്ട്സുകളെ അല്ലെങ്കിൽ ഈ റിമൈൻസുകളെ അല്ലെങ്കിൽ ഈ റൂയിൻസുകളെ നമ്മൾ കാർബൺ-14 അല്ലെങ്കിൽ റേഡിയോ കാർബൺ എന്ന് പറയുന്ന സയന്റിഫിക് മെത്തേഡിലൂടെ അനലൈസ് ചെയ്തുകൊണ്ടാണ് പ്രീ ഹിസ്റ്ററിയെ കുറിച്ചിട്ടുള്ള ചരിത്രങ്ങൾ അല്ലെങ്കിൽ വിവരങ്ങൾ നമുക്ക് പുനർനിർമ്മിക്കാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ ഹിസ്റ്റോറിക് പീരീഡിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഹാരപ്പൻ സിവിലൈസേഷൻസ് മുതലുള്ള കാലഘട്ടങ്ങളിലേക്ക് വരുന്ന സമയത്ത് ആ കാലഘട്ടത്തിൽ എന്തുണ്ടായിരുന്നു? അവർക്ക് വ്യക്തമായിട്ടുള്ള റിട്ടൺ ഡോക്യുമെന്റ്സുകൾ ഉണ്ടായിരുന്നു, അവർക്ക് അവരുടേതായിട്ടുള്ള സ്ക്രിപ്റ്റുകൾ ഉണ്ടായിരുന്നു. ആ സ്ക്രിപ്റ്റിലൂടെ അവർ പല ഇൻഫോർമേഷൻസും ഇൻസ്ക്രിപ്ഷനിലൂടെയും മറ്റു മാർഗങ്ങൾ മുഖേന അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള സോഴ്സസുകളിലൂടെ നമുക്ക് ഏൻഷ്യൻ ആൻഡ് ഏർലി ഇന്ത്യയെ കുറിച്ചിട്ടുള്ള സുപ്രധാനമായിട്ടുള്ള വിവരണങ്ങൾ അല്ലെങ്കിൽ ആ കാലഘട്ടത്തെ കുറിച്ചിട്ടുള്ള പുതിയ ചരിത്ര പുനർനിർമ്മാണത്തിന് നമ്മളെ സഹായിക്കുന്നവയാണ് സോഴ്സസ് അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ സോഴ്സസ് എന്ന് പറയുന്നത്. സോഴ്സസ് എന്ന് പറയുന്ന ഒന്നാമത്തെ യൂണിറ്റിലെ ബാക്കി ഭാഗത്തിലൂടെ വീണ്ടും പുതിയൊരു ക്ലാസ്സിലേക്ക് കടന്നു വരാം. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിലൂടെ ചർച്ച ചെയ്തിട്ടുള്ളത്. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിന്റെ ബാക്കി ഭാഗങ്ങളായിട്ട് പ്രീ ഹിസ്റ്ററി എന്താണ്, പ്രോട്ടോ ഹിസ്റ്ററി എന്താണ് എന്നുള്ള കാര്യങ്ങളുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിലൂടെ വീണ്ടും കാണാം. താങ്ക് യു.